ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ഈ ഘട്ടത്തിൽ എൻ ശ്രീകുമാർ നമ്മളോടൊപ്പം ചേരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ അവിടുത്തെ ഒരു നിരീക്ഷണത്തെക്കുറിച്ച്, അതിൻ്റെ പുറത്ത് നിങ്ങൾ ഇപ്പോൾ നേടിയിരിക്കുന്ന ഒരു മുൻതൂക്കം, അത് എം സ്വരാജ് അവിടെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണെന്ന് രാഷ്ട്രീയ ഭേദമന്യേ പറയുന്നു എന്നത് നിങ്ങൾക്ക് വലിയ നേട്ടമായി തന്നെ നിങ്ങൾ ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്, അങ്ങനെയല്ലേ? ഇതിൽ ഈ കഴിഞ്ഞ 2 ദിവസം ഈ മണ്ഡലത്തിൽ സാർവത്രികമായിട്ട് നല്ല മഴയാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഈ പെരുമഴയിൽ, അണമുറിയാത്ത മഴയിൽ എങ്ങനെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടികൾ നടക്കുകയാണ്, അതുപോലെ കേന്ദ്രീകരിച്ച മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന കേന്ദ്രീകരിച്ച പൊതുയോഗങ്ങളിൽ നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആശങ്ക ഉളവാക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഒരു പരിപാടിയിൽ സ്വരാജ് തന്നെ പറഞ്ഞതുപോലെ ഒരു പരിപാടിയും ഞങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, പെരും മഴയെ കൂസാതെ ആളുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കാണാനും സ്വീകരിക്കാനും ഹാരമർപ്പിക്കാനും എല്ലാം കാണിക്കുന്ന താല്പര്യം യഥാർത്ഥത്തിൽ ഈ മണ്ഡലം എത്രമാത്രം സ്വീകാര്യതയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയോട് കാണിക്കുന്നത് എന്നുള്ളത് പകൽ വെളിച്ച പോലെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഭരണപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ നേരത്തെ അവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ആവർത്തിക്കാനാവുന്നില്ല. ഞാൻ പറഞ്ഞു 3-4 കാര്യങ്ങൾ അവർ ഇതിനിടയിൽ ഉന്നയിച്ചു, ഒന്നും ആവർത്തിക്കപ്പെടുന്നില്ല. ഇപ്പം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മലപ്പുറത്തിനെതിരാണ്, മലപ്പുറത്തെ അധിക്ഷേപിക്കുന്നു, അവർ ആവർത്തിക്കുന്നില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇലക്ട്രിസിറ്റി അപകടത്തിൽ ഒരു കുട്ടി മരിച്ച കാര്യം അവർ ആവർത്തിക്കുന്നില്ല. നേരത്തെ അവർ പെൻഷനെ പറ്റി പറഞ്ഞ കാര്യം അവർ ആവർത്തിക്കുന്നില്ല. ഇന്ന് രാവിലെ അവർ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന UDF നേതാക്കന്മാരെ പോലീസ് പീഡിപ്പിക്കുന്നു, അവരെ അന്യായമായിട്ട് തടയുന്നു, അവരുടെ കാർ ചെക്ക് ചെയ്യുന്നു എന്നെല്ലാമുള്ള കാര്യങ്ങൾ അവർക്ക് ആവർത്തിക്കാനാവുന്നില്ല. കാരണം അവരുന്നയിക്കുന്ന ഇത്തരം വിദണ്ഡവാദങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് പൊളിച്ചെടുക്കാൻ പാകത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ അത്തരം കാര്യങ്ങളിൽ സ്വയം തന്നെ തങ്ങളുടേതായിട്ട് നിലപാടുകൾ ഈ നവമാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് പിൻവാങ്ങുക അല്ലാതെ മറ്റ് ഗത്യന്തരമില്ല എന്നുള്ള അവസ്ഥ വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തെ സംബന്ധിച്ചിപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ 9 കൊല്ലമായിട്ട് ഭരിക്കുന്നൊരു ഗവൺമെൻറ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ പ്രതിരോധത്തിലായിരിക്കും ഭരണപക്ഷത്തിന് ഊന്നേണ്ടി വരിക. എന്നാൽ ഞങ്ങളുടെ അനുഭവം ഞങ്ങൾക്ക് അങ്ങനെ ഊന്നേണ്ടി വരുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച് നല്ലതുപോലെ പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന അന്തരീക്ഷമുണ്ട്. ഇവിടെ UDF കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ ബന്ധം അതിനെക്കുറിച്ച് നല്ലതുപോലെ പറയാൻ വേണ്ടി കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷം കടുത്ത പ്രതിരോധത്തെ നേരിടുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അവർ മറുപടി പറയേണ്ടി വരുന്നൊരവസ്ഥയിൽ അവർ എത്തിയിരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഞങ്ങളാവട്ടെ ഞങ്ങൾ ആശ്രയിക്കുന്നത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ 2 കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഊന്നുന്നത്. ഒന്ന്, ഈ കേരളം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച മതനിരപേക്ഷത, അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഈ നാടിൻ്റെ ശത്രുക്കളാണ്. ഈ കാര്യമാണ് ഞങ്ങൾ ഊന്നുന്ന ഒന്നാമത്തെ കാര്യം. അത് ഏറെക്കുറെ ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ ഈ കാലത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, നേരത്തെ 57 ഗവൺമെൻറ്റിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ കഴിഞ്ഞ 2016 മുതൽ ഇതുവരെയുള്ള കാലത്ത് തുടർന്നു വന്നിട്ടുള്ള LDFിൻ്റെ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ 9 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ എങ്ങനെയാണ് ഒരു നവകേരള സൃഷ്ടിയിലേക്ക് ഈ കേരളത്തെ എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിന് തുടർച്ചയുണ്ടാവേണ്ട ആവശ്യകത എന്താണ്? ഈ കാര്യം സംബന്ധിച്ച് കൃത്യമായ നിലയ്ക്ക് തന്നെ ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേലെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രചരണമാണ് മറുപടി പറയാൻ പലപ്പോഴും ഭരണപക്ഷത്തെ ഇന്ന് നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കേവലമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് മാറി എന്നുള്ളതല്ല. രാഷ്ട്രീയ കാലാവസ്ഥ യഥാർത്ഥത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. 5 കൊല്ലക്കാലമുള്ള UDFിൻ്റെ ഭരണത്തെയും 9 കൊല്ലമുള്ള LDF ഭരണത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഏത് പാർട്ടിക്കാരനാവട്ടെ, പണിയെടുക്കുന്നവൻ, സാധാരണക്കാരൻ, ഇടത്തരക്കാരൻ, അവൻ നിൽക്കേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ്, ഈ ഗവൺമെൻറ്റിനാണ് തുടരേണ്ടത് എന്ന് പറയുന്നൊരു സാർവത്രിക ബോധം എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വളരെ കൃത്യമായിട്ട് കണിശമായിട്ട് തന്നെ കാണാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടി കഴിയുന്ന സംഗതി.